മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു 3 കാർഡ് സ്പ്രെഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പോൾ മിഡിൽ കാർഡാണ് പ്രസൻറ്റ് പറയണത്. അത് 9 ഓഫ് വാൺസ് ആണ്. 9 ഓഫ് വാൺസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിളിങ് ആണ് ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റിലെ ഒരു കറൻറ്റ് എനർജി അല്ലെങ്കിൽ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് ഒരു സ്ട്രഗിളിങ് പീരീഡാണ്. പക്ഷേ കഴിഞ്ഞ കാലത്ത് വെല്ലുവിളികളെ നേരിട്ട് വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾ സ്ട്രോങ് ആണ്. പിന്നെ പ്രതീക്ഷയുണ്ട്, പിന്നെ സ്ഥിരോത്സാഹമുണ്ട്. അപ്പോൾ തൻ്റെ സ്ഥിരോത്സാഹം സ്ട്രോങ് ആയിട്ടും പ്രതീക്ഷയോടും കൂടി തൻ്റെ ഉള്ളിലുള്ള അങ്ങനെയുള്ള ആന്തരിക ശക്തിയെ മനസ്സിലാക്കി ഈ സ്ട്രഗിളിങ് പീരീഡിനെ നേരിടുക എന്നുള്ളതാണ്. അങ്ങനെ നേരിട്ടാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും എന്നുള്ളതാണ് പ്രസൻറ്റിലെ 9 ഓഫ് വാൺസ് പറയുന്നത് ആ കാർഡ്. പാസ്റ്റിൽ എന്തായിരുന്നു? പാസ്റ്റിൽ നൈറ്റ് ഓഫ് കപ്സ് ആയിരുന്നു. നൈറ്റ് ഓഫ് കപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കപ്സ് ഇമോഷൻസിൻ്റെ ഇമോഷണലി മെച്ചോർഡായിട്ടുള്ള ഒരാളാണ്, ദയാശീലനായിട്ടുള്ള ഒരാളാണ്, ഭയങ്കര സൗമ്യനാണ്. അപ്പോൾ അയാളുടെ വെല്ലുവിളികളെ സൗമ്യമായി നേരിട്ടിരുന്ന ആളാണ്. പക്ഷേ എങ്കിൽ കൂടി പ്രായോഗികമായ തലത്തിൽ തൻ്റെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ കാർഡ് പറയണത്. അത് പാസ്റ്റാണ്, പക്ഷേ ഇപ്പോൾ സ്ട്രഗിളിങ് പീരീഡിലാണ്. ഫ്യൂച്ചർ എന്താണെന്ന് നോക്കുമ്പോൾ 4 ഓഫ് പെൻറ്റക്കിളാണ്. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ഫിനാൻഷ്യലായിട്ട് ഗ്രോത്തൊക്കെ ഉണ്ടാവും ഭാവിയിൽ. പക്ഷേ ഇവിടെ പിടിച്ചു വയ്ക്കാനുള്ള ടെൻഡൻസി കാണാണ്. പണത്തിനെ കുറിച്ചുള്ള ഒരു ഭയവും ഉത്കണ്ഠയൊക്കെ. അതുകൊണ്ടാണ് പിടിച്ചു വയ്ക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ ഭയത്തിനെ കുറിച്ച് അങ്ങനെ പണത്തിനെ കുറിച്ച് അങ്ങനെ ഭയവും ഉത്കണ്ഠയൊന്നും ആവശ്യമില്ല. വരവ് ചെലവുകളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഫൈനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.